ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. പല കമന്റുകളും അതിനകത്ത് വരുന്നുണ്ട്. അഭിലാഷ്, ചേട്ടാ ഒരാളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് പേര് വരും. അല്ലാതെ ഇത് ആരും മനസ്സിൽ പറയുന്നതല്ല. അത് എന്തിട്ടാൽ ശ്രദ്ധിക്കപ്പെടും. പോസിറ്റീവ് ഇടുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നെഗറ്റീവ് ഇടുമ്പോഴാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഈ ചോദ്യം ഇതുപോലെ ചോദ്യം അത് ചോദിക്കും. അപ്പൊ ധ്യാനിന്റെ ഫോട്ടോ വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനിന്റെ പടം ഇറങ്ങുന്നു. അപ്പൊ ഇത് ആ രീതിയിലുള്ള ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ ഇടുന്നത് ഉള്ളിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സകല കമന്റ് അതിൽ കൊണ്ടിടും. ഒരുത്തരം അതിനകത്ത് പോയിട്ട് ധ്യാൻ നല്ല നടനാണ്, ധ്യാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയും ധ്യാൻ നല്ല നടൻ തന്നെയാണ്. ധ്യാൻ എത്രയോ സിനിമകൾ നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം ഒത്തു വരുമ്പോഴാണ് ഒരു സിനിമ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ പലപ്പോഴും ധ്യാന്റെ സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ളത്. എല്ലാം ഒത്തുവരുന്ന സിനിമ വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഹിറ്റുകൾ കൊണ്ടുവരും. എനിക്ക് ഞാൻ ധ്യാനം നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ ഉറപ്പ് പറയുന്നു ധ്യാൻ ഇവിടെ ഹിറ്റ് കൊണ്ടുവന്നിരിക്കും. അതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ വിചാരിക്കും അയാള് ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പുറകെ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. അയാൾക്ക് ഒരു ബുദ്ധിപൂർവ്വമല്ല. അയാൾ ഈ കഥകളൊക്കെ കേട്ടാലും കേട്ടില്ല അയാൾക്ക് അറിയാം ഒരു സിനിമയുടെ ഔട്ട് എന്താണെന്നുള്ളത്, റിസൾട്ട് എന്താണെന്നുള്ളത്. ചിലപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ കാണും. അതിന്റെ ഞാൻ ഈ 2 ദിവസം തന്നെ ചെന്നൈ എയർപോർട്ടിൽ വെച്ചപ്പോൾ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അത് എൻജോയ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതേ ചോദിച്ചു, നീ തന്നെയാണോ ഈ പോസ്റ്റൊക്കെ ഇടുന്നത്, നിന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവൊക്കെ എടുത്താന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാൻ ധ്യാനം കേട്ട സബ്ജക്ട്, ഞാൻ 2 പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ അടുത്ത് തോന്നി. ആ 2 പ്രൊജക്ട് എനിക്ക് പ്രോമിസിംഗ് പ്രോജക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അത് 2 പ്രൊജക്റ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിരിക്കും. കാരണം ധ്യാനിന്റെ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ പറയുന്നു സർ റൈറ്റർ, ഞാൻ പറയുന്നു എനിക്കൊരു പടം ധ്യാനം വെച്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള ആളാണ്. സീരിയസ്ലി ധ്യാനം വെച്ചൊരു പടം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം അയാളെ എനിക്ക് ഇഷ്ടമാണ്, അയാൾ നല്ല നടൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ പോസ്റ്റുകൾ അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞാണ് അതിന്റെ ഉത്തരം. അറ്റൻഷൻ സീക്കേഴ്സ് ആണ് ഈ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത്. ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന്റെ താഴെ എല്ലാം കുറെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് കൈയടി വാങ്ങിക്കുക, അത് അടിപൊളിയായി കളിയുക എന്നുകൊണ്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ ആളുകളാണ്. ഇപ്പൊ ഞാനിത് പറഞ്ഞ് ഈ വീഡിയോയുടെ താഴെയാണ് നീ ആരാളാ പറയാന്ന് ചോദിച്ചിട്ട് കുറെ പോസ്റ്റുകൾ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഉറപ്പായിട്ടും അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പോസിറ്റീവ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞാൽ കൈയടി കിട്ടും, ടെൻഷൻ കിട്ടുള്ള ചിന്തയാണ്. ഇതൊന്നും സ്റ്റേബിൾ അല്ല, അത്രേ ഉള്ളൂ. ചേച്ചി ഒരുപാട് പണ്ട് കാലത്തെ സിനിമ അഭിനയിച്ചത് കൊണ്ട് തന്നെ പണ്ടത്തെ സ്ക്രിപ്റ്റിങ് ഇപ്പോഴത്തെ പുതുതലമുറയിലുള്ള റൈറ്റേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിലാഷായിട്ട് എഴുതിയ ഒരുപാട് സിനിമകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, ആ ഒരു കഥയെക്കുറിച്ച് ആസ് എ ആർട്ടിസ്റ്റ് പണ്ടത്തെ കഥയും പണ്ടത്തെ സ്ക്രിപ്റ്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. അതെ, ഇപ്പോൾ പണ്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളുടെ ലാൻഡ് ലൈനിൽ വിളിക്കും, ഇപ്പൊ നമ്മളുടെ മൊബൈലിൽ വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു ടെക്നോളജി ഡെവലപ്മെന്റ് ഉള്ളതുപോലെ ലൈഫ് സ്റ്റൈലിലുള്ള ഡെവലപ്മെന്റ്സ് ആണ്. ഇവര് ക്രിയേറ്റിവിറ്റിയിൽ ഇന്റലക്ച്വൽസ് ദേ പ്രൂവ് ദെയർ ഇന്റലിജൻസ്. എനിക്ക് ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കാണാനും. അപ്പൊ പിന്നെ ത്രില്ലേഴ്സിന്റെ റൈറ്റേഴ്സിനൊന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെയാണല്ലോ സെലിബ്രിറ്റി റൈറ്റർ. ഇവിടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ റീസെന്റ് സൂര്യ സാറ് കൊച്ചിയിൽ വന്നപ്പം നമ്മുടെ ആനന്ദ് ശ്രീബാല ടീം അദ്ദേഹമായിട്ടൊരു സ്റ്റേജ് ഷെയർ ചെയ്ത്, അപ്പൊ അഭിലാഷ് ചേട്ടൻ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവൻ ആനന്ദ് ശ്രീബാല കാണുന്നതിന് മുമ്പ് എന്തായാലും കങ്കുവ കണ്ടിരിക്കുമെന്ന്. അപ്പൊ ഇന്നലെ സിനിമ ഇറങ്ങി ഗംഭീര പ്രതികരണമാണ് ഇന്ത്യ മൊത്തത്തില്. ഇപ്പൊ എന്താണ് ചേട്ടൻ പറയുന്നത്? ഇല്ല, അത് ആദ്യം ഒരു കാര്യം പറയാം. ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന് മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു വെക്കില്ല. ഈ സിനിമ നശിക്കാൻ വേണ്ടി അവരുടെ പെർസ്പെക്റ്റീവ് അവർ ചെയ്ത സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ലായിരിക്കും. അതാണ് അതിന്റെ ബേസിക് റീസൺ. ഇപ്പം ശിവ സാർ ചെയ്യുന്നൊരു സിനിമ ശിവ സാർ പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യും. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ആ സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷ ഉണ്ടാവാം. ഇത് കേട്ട സൂര്യ സാർ ഹിറ്റ് തന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ, ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ. അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റുന്നില്ല. അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും. ഇപ്പൊ കങ്കുവ 4 മണിക്ക് പോയി കണ്ട ആളാണ് ഞാൻ. വേറെ ഒന്നും നമ്മുടെ അവിടെ അടുത്ത ദിവസം വരുമല്ലേ അതിന്റെ ഒരു ഇതില്. പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അവര് കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെല്ലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിന് ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അതാണ് റിവ്യൂസ് വരുമ്പോൾ ഒക്കെ വളരെ പ്രശ്നമില്ല. പക്ഷെ നമ്മളതൊന്നും പ്രശ്നമൊന്നും കേട്ടോ. ഞങ്ങൾ സൂര്യ സാറിനെ കാണാൻ ഫാനായിട്ട് പോയതാണ്. ഇത് വെച്ച് ശരി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. ആനന്ദ് ശ്രീബാല ടീമിന് അദ്ദേഹത്തിനൊപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നു അപർണയും ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത്. മാളിപ്പുറം വിഷ്ണു.
അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പം ഒരു ഭയങ്കര വേറെ ലെവൽ സിനിമയായിരിക്കും എന്നായിരുന്നു കരുതിയത്. മേക്കിംഗ് വൈസിലൊന്നും അല്ലെങ്കിൽ അതിലൊന്നും ഒരു കോംപ്രമൈസ് ഉണ്ടല്ലോ, എന്തോ എനിക്ക് അറിയില്ല, എല്ലാ ഓഡിയൻസും അത് കണക്ട് ആയിട്ടില്ല. അതാണ് എന്റെ ബേസിക് റീസൺ. ഇനി അതിനെപ്പറ്റി ചോദിച്ചിട്ട് ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ട് കങ്കുവ ടീംസും സൂര്യ ഫാൻസും വന്നിട്ട് നമ്മുടെ നെഞ്ചത്ത് പൊങ്കാലയിട ഇത് കങ്കുവയുടെ ക്യാഷാണ്. അല്ല, നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഒരു സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മറ്റേ സിനിമ കാണില്ല എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞു. എല്ലാ സിനിമ എല്ലാവരും കാണുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. നീ ക്യാമറ ഓഫ് ചെയ്തിട്ട് കാണണേ. തിയേറ്റർ കൂടുതൽ കിട്ടി തുടങ്ങിയോ? തിയേറ്റർ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇത് വെച്ചിട്ട് നാളെ സ്ക്രീൻസിന്റെ എണ്ണം കൂടുകയാണ്, ഷോസിന്റെ എണ്ണം ഇനിയും കയറുകയാണ്. അതായത് നമ്മളിപ്പോൾ കഴിവതും ഇട്ടിരുന്നതൊക്കെ 2 സ്ക്രീനുണ്ട്, സെക്കൻഡ് സ്ക്രീനിൽ ഇട്ടുകൊണ്ടിരുന്നത് സിനിമകൾ നാളെ തൊട്ട് ഫസ്റ്റ് സ്ക്രീനിലേക്ക് മാറുകയാണ്. അപ്പം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇപ്പം ഈ വന്നേക്കുന്ന മീഡിയാസിനോടൊക്കെ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതാണ് ഓഡിയൻസ് കേൾക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ സിനിമ ഒരു വിജയം തന്നെയായിരിക്കും. കാരണം അത്യാവശ്യം മുതൽ മുടക്കുള്ളൊരു സിനിമയാണ്. അതുകൊണ്ടാണ്